വളരെ രുചികരമായൊരു കണവത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 500 ഗ്രാം ചെറിയ തരം കണവയാണ് എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് കണവയൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അത്രയും വലുപ്പത്തിലല്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തിളച്ചിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇനി വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അരപ്പും കൂടെ ഇട്ട് 2 മിനിറ്റും കൂടെ മൂടി വെച്ച് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വളരെ രുചികരമായ ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.